മലയാള സിനിമയിലെ യുവനായകന്മാരിലെ മിന്നും താരമാണ് നസ്ലി. സിനിമാ പശ്ചാത്തലമൊന്നുമില്ലാതെ സിനിമയിലെത്തിയ നടൻ ബാലതാരമായി കടന്നുവന്ന് പതിയെ നായിക നിരയിലേക്ക്. ഇന്ന് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ആക്ടർമാരിൽ ഒരാളാണ് നസ്ലി. പോയ വർഷം പ്രേമലുവിലൂടെ പാൻ ഇന്ത്യൻ വിജയം കൈവരിച്ച നസ്ലി ബോക്സ് ഓഫീസിൽ പല വമ്പന്മാരെയും പിന്നിലാക്കി. ഈ വിഷുക്കാലത്ത് മലയാളം ബോക്സ് ഓഫീസ് ഭരിച്ചത് നസ്ലിന്റെ ആലപ്പുഴ ജിംഖാനയായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്കയെയും മിന്നും ഫോമിലുള്ള ജനപ്രിയ താരം ബേസിൽ ജോസഫിനെയുമാണ് നസ്ലിൻ ചിത്രം പരാജയപ്പെടുത്തിയത്. ഭാവിയിൽ മലയാള സിനിമയെ മുന്നിൽ നിന്ന് നയിക്കുന്നവരുടെ കൂട്ടത്തിൽ തലപ്പക്കത്തോടെ നസ്ലിനും ഉണ്ടാകുമെന്ന് എല്ലാവരും ഒരുപോലെ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മറ്റൊന്നാണ്. ഒന്നിനു പിറകെ ഒന്നായി നസ്ലിനെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും കാമ്പില്ലാത്തതും എന്നാൽ കൃത്യമായ പ്ലാനോട് കൂടിയ മാസ് ഹേറ്റ് ക്യാമ്പയിൻ തന്നെ നസ്ലിനെതിരെ നടക്കുന്നുണ്ട്. പ്രേമലു 2 ഉപേക്ഷിച്ചുവെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അതിന്റെ കാരണക്കാരനായി നസ്ലിനെ ചിത്രീകരിക്കുന്ന തരത്തിൽ നരേറ്റീവുകൾ ഉണ്ടായി. പക്ഷേ പ്രേമലു 2 വൈകുമെന്നല്ലാതെ ഉപേക്ഷിച്ചതായി ദിലീഷ് പോത്തൻ പറഞ്ഞിട്ടില്ലെന്നതാണ് വസ്തുത. അതിന് പിന്നാലെയാണ് ആസിഫ് അലി നായകനാകുന്ന ടിക്കി ടാക്കയിൽ നസ്ലിനെ പുറത്താക്കിയെന്ന വാർത്ത പ്രചരിച്ചത്. ആസിഫ് അലിയേക്കാൾ പ്രതിഫലം നസ്ലിൻ ചോദിച്ചുവെന്നായിരുന്നു കാരണമായി പറയപ്പെട്ടത്. തുടർന്ന് വിജയങ്ങളിലൂടെ നേടിയെടുത്ത മാർക്കറ്റ് വാല്യൂ നസ്ലിനെ അഹങ്കാരിയാക്കിയെന്നാണ് വിമർശകവാദം. ഇത്തരത്തിൽ അഹങ്കാരം കൊണ്ടും തിരക്കഥ തിരുത്താൻ പറഞ്ഞുമൊക്കെ നസ്ലിൻ 3 ദിവസത്തിനുള്ളിൽ വേണ്ടെന്ന് വെച്ചതും പുറത്താക്കപ്പെട്ടതുമായ സിനിമകൾ നിരവധിയാണ്. സോഷ്യൽ മീഡിയയിലെ വ്യാജ പേജുകൾ നിർത്താതെ പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ പ്രചരണങ്ങളുടെയൊക്കെ മുനിയൊടിക്കുന്നത് വൈകാതെ തന്നെ കണ്ടു. ഇതിനിടെ നസ്ലിനെ മറ്റൊരു യുവനടനായ സന്ദീപ് പ്രദീപുമായി താരതമ്യം ചെയ്യുന്ന കുറിപ്പുകളും കുന്നുകൂടുന്നുണ്ട്. ആരാധകർക്കിടയിലെ ഫാൻ ഫൈറ്റുകൾ സിനിമ ഒരു വ്യവസായമായ കാലം മുതലുള്ള ഒന്നാണ്. തങ്ങളുടെ പ്രിയ താരത്തെ പുകഴ്ത്തുകയും മറ്റുള്ളവരെ താഴ്ത്തുകയും ചെയ്യുന്ന ആരാധകർ പതിവ് കാഴ്ചയാണ്. എന്നാൽ നസ്ലിനെയും സന്ദീപിനെയും മുഖാമുഖം നിർത്തിയുള്ള ഈ താരതമ്യം ചെയ്യലുകൾ നിഷ്കളങ്കമല്ല. നസ്ലിനും സന്ദീപും ആലപ്പുഴ ജിംഖാനയിൽ ഒരുമിച്ച് അഭിനയിച്ചവരും അടുത്ത സുഹൃത്തുക്കളുമാണ്. നസ്ലിനുമായി തനിക്കുള്ളത് സഹോദരനോടുള്ള അടുപ്പമാണെന്നാണ് ഈ അടുത്തൊരു അഭിമുഖത്തിൽ സന്ദീപ് പ്രദീപ് പറഞ്ഞത്. ഒരേ വഴിയിലൂടെ വന്നവരെന്ന നിലയിൽ തങ്ങൾക്കിടയിലുള്ള പരസ്പര ബഹുമാനവും താരം ഓർക്കുന്നുണ്ട്. താരത്തിനില്ലാത്ത പ്രശ്നമാണ് ബാക്കിയുള്ളവർക്ക്. തന്നേക്കാൾ മുമ്പേ വന്നവനെന്ന നിലയിൽ തനിക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാനും നസ്ലിൻ തയ്യാറാകുന്നുണ്ടെന്നും സന്ദീപ് പറഞ്ഞിരുന്നു. അതേസമയം നസ്ലിൻ തീർന്നുവെന്നെല്ലാം എഴുതുന്നവർക്ക് നസ്ലിന്റെ ആരാധകർ മറുപടി നൽകുന്നത് താരത്തിന്റെ ലൈനപ്പ് ചൂണ്ടിക്കാണിച്ചാണ്. ടിക്കി ടാക്കയ്ക്കും മോളിവുഡ് ടൈംസിന് പുറമെ കുംബ്ലിംഗി നൈറ്റ് സംവിധായകൻ മധു സി നാരായണന്റെ പുതിയ സിനിമ അൽത്താഫ് സലീം ചിത്രം എന്നിവയും നസ്ലിന്റേതായി അണിയറയിലുണ്ട്. അതായത് നസ്ലിന്റെ കരിയറിനും അവസരങ്ങൾക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് സാരം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഘടിതമായ ഒരു സൈബർ ആക്രമണം നസ്ലിൻ നേരിടേണ്ടി വരുന്നത്? ആരാണ് ഇതിന് പിന്നിൽ? സിനിമയെയും അതിന്റെ വിശാലമായ ആകാശത്തെയും സ്നേഹിക്കുന്നവർ ചിന്തിക്കണം. ഉത്തരം എന്ത് തന്നെയായാലും അവരുടെ ലക്ഷ്യം മലയാള സിനിമയുടെ നല്ല നടപ്പല്ല. എന്തായാലും നസ്ലിനെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളോട് ആരാധകർക്ക് പറയാനുള്ളത് ഹേറ്റേഴ്സ് പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. നസ്ലിൻ എന്ന വൻമരം തുടരുക തന്നെ ചെയ്യും.